നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാനിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാൻ പോകുന്നത് യു വേഴ്സസ് ദെം എടുക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച്, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങളെക്കുറിച്ച് രണ്ടും അറിയാം നമുക്ക്. ഓക്കെ, നിങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അറിയാതെ അല്ല, പക്ഷെ നമുക്ക് ആ എനർജി പിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കമ്പാരിസൺ ആയിട്ട് പറയാൻ പറ്റും. എന്നിട്ട് രണ്ടുപേരും ഒരേപോലത്തെ ചിന്തകളാണോ എന്നറിയാൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിനോട്, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങളോട്, ആൻഡ് നിങ്ങൾ തമ്മിൽ കണക്റ്റിംഗ് എനർജി എന്താണ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് അങ്ങനെ നോക്കാം. ലെറ്റ്സ് സീ. ഇത് നിങ്ങളുടെ പേഴ്സണിനെ റെപ്രസെൻ്റ് ചെയ്തെടുക്കാം ഞാൻ, ആൻഡ് ഇത് നിങ്ങളുടെ ഫീലിങ്സ് റെപ്രസെൻ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടെ ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ്, തോട്ട്സ് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഈ ബന്ധത്തിനെ കുറിച്ച്, ഈ ഒരു ഫീലിങ്സിനെ നോക്കാം എന്തൊക്കെയാണ്. നയൻ ഓഫ് കപ്സ്, ഹൈ പ്രീസ്റ്റസ്, സ്ട്രെങ്ത് കാർഡ്, 5 cups, 3 of cups, 2 of cups. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഫീലിങ്സ് നോക്കുമ്പോൾ കാണുന്നത്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അവരൊരു നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എന്തോ ബന്ധമാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ പൂർവ്വ ഏതോ ഒരു ജന്മത്തിൽ നിങ്ങൾ പാർട്ട്ണറായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വളരെ കണക്ഷനുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അവർ നിങ്ങളുടെ സോൾമേറ്റ് ആണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയാണ്, നിങ്ങളുടെ ഒരു ആഗ്രഹം. ഓക്കെ, വളരെ ലൈക്ക് ഡീപ്പസ്റ്റ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പേഴ്സൻ്റെ കൂടെ വളരെ സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് മേ ബി മാരേജ് ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സെലിബ്രേഷൻ, സന്തോഷം ആയിട്ട് ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് ആണ്. അപ്പം നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ, ഓക്കെ, നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് പേഴ്സൺ ആണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരു മനസ്സിലാവുന്നുണ്ട്. പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പറയാതെ തന്നെ ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നിങ്ങളുടെ കണക്ഷൻ അങ്ങനെയാണ്. സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം ചിലവർക്ക്, സോൾമേറ്റ് സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് പേഴ്സൺ എന്താ ചിന്തിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഐ തിങ്ക് പറയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഫീലിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ട് എല്ലാം. ഓക്കെ, പേഴ്സൺ ഇന്ന കാര്യമായിരിക്കും അവരുടെ ലൈഫിൽ എന്നൊക്കെ നിങ്ങൾക്ക് എവിടുന്നോ കുറച്ച് ചിലപ്പോൾ യൂണിവേഴ്സ് കാണിച്ചു തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആണ് എന്ന് പറയാം. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ റിലേഷൻഷിപ്പ് വീണ്ടും സ്ട്രെങ്തൻ ആവണം എന്ന്. ഓക്കെ, അതായത് സ്ട്രെങ്ത് ചെയ്യണം, നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ബോണ്ട് ഉണ്ടാവണം, സ്ട്രോങ് സിറ്റുവേഷൻ ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആക്ച്വലി ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ സെപ്പറേഷൻ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡിസ്റ്റൻസ് ഉണ്ടാവാം. ആ ഒരു വിഷമം നിങ്ങൾക്കുണ്ട്. പേഴ്സൺ ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അകൽച്ചയുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിഷമമുണ്ട്. ഓക്കെ, നിങ്ങൾ അവരെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറയാം. ഓക്കെ, നിങ്ങൾ ഒരിക്കലും അവരെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഈ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ടും വേണം എന്ന് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം. ആൻഡ് ഇവിടെ അവർ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വീണ്ടും അവർ തിരിച്ചു വരണം, നിങ്ങൾ തമ്മിൽ ഒന്നിക്കണം എന്നുള്ള ആഗ്രഹമാണ്. ഓക്കെ, ചില വിഷമത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ട്. ദാറ്റ് പേഴ്സൺ അകന്നൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാനാണ്. അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കണം, ഓക്കെ, എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു തീരുമാനം എടുക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് അവർ ഫീൽ ചെയ്യുന്നത്, അവരുടെ ഫീലിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എയ്റ്റ് ഓഫ് വാൻസ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ്. 10 ഓഫ് വാൻസ് സെയിം കാർഡ്. ആക്ച്വലി ഇവിടെയും 10 ഓഫ് വാൻസ് ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. 4 ഓഫ് സോർഡ്സ് സെപ്പറേഷൻ ആയിരിക്കാം. ക്വീൻ ഓഫ് സോർഡ്സ്. ഓക്കെ, 9 ഓഫ് വാൻസ്, Knight of Cups. Okay, and Knight of Pentacles, Fool card. Okay.
അഗെയിൻ ഇവിടെ നിങ്ങളുടെ കാർഡ്സിലും സിമിലർ വന്നിരുന്നു. ഞാൻ അതുകൊണ്ട് ഒന്ന് കണക്ട് ചെയ്യാം. 10 ഓഫ് വൺസും 9 ഓഫ് വൺസും ഉണ്ട്. സെയിം കാർഡ്സ് ഇവിടെയും വന്നിട്ടുണ്ട്. 9 ഓഫ് വൺസ്, 10 ഓഫ് വൺസ് ഇവിടെയും ഉണ്ട്. ഐ തിങ്ക് നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോൾ ഐ തിങ്ക് ഒരു റിലേഷൻ സെപ്പറേഷനോ കാര്യങ്ങളോ ഉണ്ടാവാം. നിങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാവാം, സെപ്പറേഷൻ ഉണ്ടാവാം. ഐ തിങ്ക് നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ഐ തിങ്ക് മനസ്സിലാവുന്നുണ്ട് ദാറ്റ് ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് റിയലൈസേഷൻ ഉണ്ടാവാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ വേറെ റിലേഷൻഷിപ്പിൽ ഹാപ്പി ആണ് എന്ന രീതിയിൽ. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ തേർഡ് പാർട്ടിയുടെ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, മീറ്റ് ചെയ്യാൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർ ചില ബേർഡൻ ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. അവർ മേലെ ചില റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, ചില അവരൊരുപാട് ബേർഡൻ അനുഭവിക്കുന്നുണ്ട്. അത് പറയാം, അത് ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചിലവർക്ക് ഫാമിലിയുടെ കാര്യങ്ങളായിരിക്കാം. ഇവിടെ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അകന്ന് നിൽക്കുന്നുണ്ട്. പേഴ്സൺ അധികം മേ ബി സംസാരിക്കുന്നുണ്ടാവില്ല, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, ഒരു അകൽച്ച ഉണ്ട് ഇവിടെ. ഓക്കെ, അത് റീസൺ തേർഡ് പാർട്ടിയാണ്, ക്വീൻ ഓഫ് സോർഡ്സ് എനർജിയാണ്. ചിലവർക്ക് ഇത് നിങ്ങളുടെ എനർജിയും ആവാം, ആയിക്കൂടെ, അങ്ങനെയാവാം. നിങ്ങളുമായിട്ടുള്ള വല്ല ഫൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ലൈക്ക് റൂഡായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഒരു എന്താ പറയുക, നിങ്ങളെ പേഴ്സണിനോട് ദേഷ്യമാവോ എന്നൊരു പേടി അവർക്കുണ്ട്. യെസ്, അങ്ങനെ ആവാം. ഓക്കെ, അവർക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ട്. ഓക്കെ, പക്ഷേ അവരുടെ മേലെ ചില ബേർഡൻ ഉണ്ട്. അതുകൊണ്ട് അവർ മാറി നിൽക്കുകയാണ്, നിങ്ങളുടെ അടുത്ത് ലേശ അകൽച്ച വെച്ച് നിൽക്കുകയാണ്. ബിക്കോസ് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കില്ല എന്നൊരു തോന്നലുണ്ട് അവരുടെ മനസ്സിൽ. ചിലപ്പോൾ അവർ വല്ല മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ലൈക്ക് വേറെ എന്തെങ്കിലും അവരുടെ ലൈഫിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം. ആ കാര്യങ്ങൾ പക്ഷെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ് ആദ്യം തന്നെ വന്നു. അപ്പോൾ അവർ നിങ്ങളോട് പക്ഷെ സംസാരിക്കാൻ അവർക്ക് പേടി, അവർക്ക് സംസാരിക്കാതെ അവർ മാറി നിൽക്കുകയാണ്, തടസ്സം, ഒരു ബ്ലോക്കേജ് വെച്ച് നിൽക്കുകയാണ്. ഓക്കെ, കാരണം അവരത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊരു, ഇത് നിങ്ങളുടെ എനർജിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് നിങ്ങളുടെ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ക്ലാരിഫിക്കേഷൻ ഒന്ന് എടുത്തിട്ട് പറയാം. ക്വീൻ ഓഫ് സോർഡ്സ് എനർജി വ്യൂവേഴ്സിൻ്റെ എനർജി ആണോ? യെസ് ഓർ നോ ആണ് ഞാൻ നോക്കുന്നത് കേട്ടോ, പറയാം. യെസ്, ഓക്കെ. 8 ഓഫ് കപ്സ്, ഓക്കെ. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സണിന് തോന്നുന്നത് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിട്ടുപോകും എന്നൊരു തോന്നലുണ്ട് അവർക്ക്. ഓക്കെ, കാരണം അവർ ചെയ്ത അവരുടെ ലൈഫിൻ്റെ ചില കാര്യങ്ങൾ, ഓക്കെ, അവരുടെ ലൈഫിൻ്റെ കാര്യങ്ങൾ ചിലത് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് നിങ്ങൾ അവരെ വിട്ടുപോകും എന്നുള്ളൊരു പേടിയായിരിക്കാം, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള പേടിയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടും എന്നുള്ളൊരു പേടിയായിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ എനിക്ക് കാണുന്നത്. അതുകൊണ്ട് അവർ നിങ്ങളുടെ അടുത്ത് സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ്, മാറി നിൽക്കുകയാണ്, ഒരു ബൗണ്ടറി വെച്ച് അവർ നിൽക്കുകയാണ് ഇവിടെ. ഓക്കെ, ആൻഡ് ഇവിടെ പക്ഷേ നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്, അവർക്ക് ഫീലിങ്സ് ഉണ്ട്, അവർക്ക് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ട് അവർക്ക് ആഗ്രഹം. പക്ഷെ അത് പറയാതിരിക്കുകയാണ് അവരതൊന്നും കാണിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. ഓക്കെ, കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് റിയാക്ട് ചെയ്യ, ഐ മീൻസ് അവരെ സ്നേഹം പറഞ്ഞാലല്ല, ഐ തിങ്ക് അവരുടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് വന്ന് കാണാം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്ത് കുറച്ചുകൂടി കാർഡ്സ് അവരുടെ ഭാഗത്ത് നിന്ന് എടുത്തേക്കാം, നിങ്ങളുടെയും എടുക്കാം. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോവാം. ഞാൻ തുമ്മൽ വരും. ഓക്കെ, ഇവിടെ കുറച്ചുകൂടി നമുക്ക് നല്ല തുമ്മൽ പെട്ടെന്ന്, സോറി. നിങ്ങളുടെ പേഴ്സൺ എന്താണ് മറയ്ക്കുന്നത് നോക്കാം നമുക്ക്. എന്താണ് ഈ മറച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ്? ഓക്കെ, 6 ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് കപ്സ്, സൺ കാർഡ്, 5 ഓഫ് പെന്റിക്കിൾസ്, 4 ഓഫ് കപ്സ്, ആൻഡ് ഇത് നേരത്തെ വന്ന കാർഡ്, സെയിം കാർഡ്സ് റിപ്പീറ്റ് വന്നു. ഓക്കെ, അവരുടെ മനസ്സിൽ ശരിക്കും നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. ഓക്കെ, ഏസ് ഓഫ് കപ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ്. പക്ഷെ അവർക്ക് ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, അത് ഫൈനാൻഷ്യൽ ആയിരിക്കാം, ഫൈനാൻഷ്യൽ ലോസിൻ്റെ കാര്യങ്ങളായിരിക്കാം. 4 ഓഫ് കപ്സും നമ്മളൊരു സൺ കാർഡും ഉണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾ അറിയോ എന്നുള്ളൊരു പേടിയാണ് അവർക്ക്. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ അറിയോ എന്നുള്ളൊരു പേടിയുണ്ട് അവർക്ക്. അത് പാസ്റ്റിൻ്റെ ഒരു കാര്യമാണ്. ഓക്കെ, പാസ്റ്റിലെ ഒരു കാര്യം.
അവരും ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം പോവോ എന്നുള്ളൊരു പേടിയുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളോട് വന്നിട്ട് സോറി പറയണമെന്നുണ്ട്. അവരെന്തോ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവാം. ചിലവർക്ക് ഒരു സോറി പറയണമെന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീസ്റ്റാർട്ട് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ബട്ട് അവർക്ക് ഈഗോ അല്ല അവർക്ക്. പക്ഷെ ഒരു പേടിയുണ്ട് ദാറ്റ് നിങ്ങൾ അവർ പറയുന്നത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യോ എന്ന രീതിക്ക് അവർക്കൊരു പേടിയാണ് എനിക്ക് കാണുന്നത് മെയിനായിട്ട്. ഓക്കെ, അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ആക്ച്വലി സൈലൻ്റ് ആയിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്ന കാര്യം എന്ന് പറയും. മൂവ് ഓൺ അല്ല, എങ്ങനെ പറയുക, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആരും അറിയാതെ നമ്മൾ സ്ഥലം വിടുക എന്ന് പറയില്ലേ, ഒളിച്ചും പാത്തും ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ആ ഒരു എനർജിയാണത്. ഫേസ് ചെയ്യാൻ തയ്യാറല്ല. യെസ്, അതാണ് വാക്ക്. ഫേസ് ചെയ്യാൻ തയ്യാറല്ല അവർ. ഓക്കെ, അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വന്ന് സോറി പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ശരിക്കും മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും. പക്ഷെ അവർക്ക് തോന്നുന്നത് ഈ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് അവരെ മനസ്സിൽ. ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. ഓക്കെ, അവർക്ക് ചില ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം, അവരുടെ ലൈഫിന് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ആയിരിക്കാം. ബട്ട് ഇവിടെ എന്തോ അവർ ചെയ്തത് അതിനെ ഫേസ് ചെയ്യാൻ അവർ തയ്യാറല്ല. അതാണ് മെയിനായിട്ട്. നിങ്ങളോട് ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല, ഒരിക്കലും ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല. ഏസ് ഓഫ് കപ്സ് ആണ് ഞാൻ ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ചെയ്യാൻ പറഞ്ഞു. ഫീലിങ്സ് ഉണ്ട് അവർക്ക്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം അവർ പക്ഷേ അവർ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ട് അവർക്ക്. അവരെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, എന്തോ ഒരു കാര്യം അവരുടെ ലൈഫിൽ ഓക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ അവർ തൽക്കാലം നിങ്ങളുടെ അടുത്ത് മാറി നിന്ന് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ മിസ് ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, ഒരു ഡൗട്ടും ഇല്ല. ബട്ട് അവർ തുറന്നു പറയാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒന്നും പറയാതെ മാറി നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാര്യങ്ങൾ നിങ്ങൾ അറിയാതിരിക്കാനായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്ന എന്താണ്? സോറി, ഇവരിവിടെ എന്താണ് ഹൈഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. എന്താണ് ഹൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ? രണ്ട് തരത്തിലും ആവാട്ടോ. ഓക്കെ, ഇത് എല്ലാവർക്കും ഒരേ കാര്യങ്ങൾ വരില്ലല്ലോ. ചിലവർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ പാസ്റ്റിൽ എന്തെങ്കിലും ചെയ്ത ഒരു കാര്യം, ഓക്കെ, അതിനെക്കുറിച്ചാണ്. ചിലവർക്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങളാണ്. രണ്ട് സിറ്റുവേഷനും ഉണ്ട് ഇവിടെ. സോ രണ്ടും നമുക്ക് പറയാം. ഇതിപ്പോൾ ഒരുപാട് വ്യൂവേഴ്സ് കാണുന്നല്ലേ, അപ്പം ഞാൻ സ്പെസിഫിക് ആയിട്ടൊരു കാര്യം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ ഇവിടെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായി നിൽക്കുന്നുണ്ട് ചില കാര്യത്തിൽ. ഓക്കെ, ആൻഡ് ഇവിടെ കർമ്മ എന്ന് പറയാം. ഓക്കെ, ഇത് കർമ്മയുടെ കാർഡാണ്, വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, കർമ്മയാണ്. സോ അവർ ചെയ്ത ഒരു മിസ്റ്റേക്കിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, ആൻഡ് ചിലവർക്ക് ഇവിടെ തേർഡ് പാർട്ടിയുടെ കാര്യമായിരിക്കും. ഓക്കെ, തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റിന്റെ കാര്യമാണ്. ചിലവർക്ക് പാസ്റ്റിൽ ആരെങ്കിലും ലൈക്ക് അവർ റിലേഷൻ ഉണ്ടായിരുന്നതോ പാസ്റ്റിൽ ആരെങ്കിലും ആയിട്ടൊരു കണക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ഹൈഡ് ചെയ്യുന്നത്. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഇവിടെ 2-3 സിറ്റുവേഷൻ വരുന്നുണ്ട്. സോ ഏതും ആവാം. എന്തായാലും കർമ്മ എന്ന രീതിക്ക് കാണുന്നുണ്ട്. അവർ ചെയ്ത ഒരു മിസ്റ്റേക്ക് അതവർ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതവർ നിങ്ങൾ അറിയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുകയാണ്. അവരുടെ മനസ്സിൽ നിങ്ങളോട് ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് തന്നെയാണ്. അവിടെ പ്രിൻസസ് ഓഫ് കപ്സ് വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് അവർക്ക്. ഓക്കെ, പക്ഷെ അത് അവർ ഹോൾഡ് ബാക്ക് ചെയ്യണം. കാരണം അത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുകയാണ് അവർ. കാരണം അവർക്ക് അവരുടെ ഒരു അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും എന്നുള്ള ഒരു പേടി അവരുടെ ഉള്ളിൽ വല്ലാതെ ഉണ്ട്. ഓക്കെ, സോ മെയിൻ കാര്യം അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നോടി ഞാൻ കുറച്ച് അത് ഒരു ക്വസ്റ്റ്യൻ മൈൻഡിൽ വെച്ചിട്ടല്ല, ജസ്റ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് നോക്കാം നമുക്ക്. ഫൈവ് ഓഫ് പെന്റിക്കിൾസ്, അഗൈൻ സെയിം തിങ്. ക്വീൻ ഓഫ് സോർഡ്സ്, യെസ്, സെയിം എനർജി. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾക്കൊന്നും അറിയാത്തതില്ല, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നിങ്ങളെല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. വാവ്, വളരെ മാച്ചായിട്ടാണ് വന്നിരിക്കുന്നത്. സെയിം എനർജീസ് മാച്ചായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒന്നുമില്ലെങ്കിൽ എക്സ് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, അവരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു അതിൽ പോയിട്ടുണ്ടായിരുന്നു അവർ എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, പാസ്റ്റ് ആയാലും ശരി, അല്ല വേറെ ഒരു ലവർ തേർഡ് പാർട്ടി ആയാലും ശരി. ഓക്കെ, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് വന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഐ തിങ്ക് അവർക്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങളാണെങ്കിൽ ആ കാര്യവും നിങ്ങൾക്കറിയാം.
ക്വീൻ ഓഫ് സോർട്സ് എനർജി. നിങ്ങൾ ദേഷ്യത്തിൽ തന്നെയാണ്. യെസ്, നിങ്ങൾ ദേഷ്യത്തിലാണ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം തേർഡ് പാർട്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഐ തിങ്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മജീഷ്യൻ ആണ്. നിങ്ങളിത് റീഡിംഗ് എടുത്ത് അറിഞ്ഞിട്ടുണ്ടാവാം. നിങ്ങൾ പേഴ്സൻ്റെ കുറിച്ച് റീഡിംഗ് എടുത്ത് കാണാം, അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും അന്വേഷിച്ച് കാണാം. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങൾ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് നിങ്ങൾ ദേഷ്യത്തിലുമാണ് പേഴ്സണിനോട്. ഓക്കെ, ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡൗട്ടെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് വളരെയധികം ഡൗട്ടെങ്കിലും ഉണ്ട് പേഴ്സണിനെ. എന്ന് വെച്ചാൽ പേഴ്സണോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല നിങ്ങൾക്കും കേട്ടോ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്കും സ്നേഹം ഇല്ലാണ്ടോ ഇതോ അല്ല, നിങ്ങൾക്കും അവരോട് യെസ് ഏസ് ഓഫ് കപ്സ്, ഏസ് ഓഫ് വാൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, മെയിൻ കാര്യം. ആൻഡ് അത് നിങ്ങളുടെ പേഴ്സണിന് പേടിയുണ്ട് കേട്ടോ. അവർ ഡൗട്ട് ഉണ്ട്, നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് അവർക്ക് ഡൗട്ട് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് ഇവിടെ പേഴ്സൺ അകന്ന് നിൽക്കുന്നത് അവർക്ക് തുറന്ന് സമ്മതിക്കാനുള്ള ഒരു മടി കൊണ്ടാണ്. നിങ്ങൾ ചോദിച്ചു കാണാം ചിലപ്പോൾ, ഓക്കെ എങ്ങനെ ഉണ്ടോ സിറ്റുവേഷൻ എന്ന് നിങ്ങൾ ചോദിച്ചു കാണാം. അവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് പേടിയുണ്ട്. നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിട്ടു പോവോ എന്നുള്ളൊരു പേടിയുണ്ട് അവർക്ക്. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. നിങ്ങൾ ദേഷ്യത്തിലാണെന്ന് അവർക്കറിയാം. ഓക്കെ, നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർക്കറിയാം. ഓക്കെ, നിങ്ങളാണെങ്കിൽ ആക്ച്വലി നിങ്ങളുടെ എനർജി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പേഴ്സൺ ഒന്ന് തുറന്ന് സമ്മതിക്കാനാണ്. ഓക്കെ, പേഴ്സൺ ഒന്ന് തുറന്ന് സമ്മതിച്ച്, അല്ലെങ്കിൽ അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആണ് എന്ന് പറയുക, തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് വരിക, വിട്ടുകളഞ്ഞ് വരിക, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുക. ഓക്കെ, നിങ്ങളോട് സോറി പറയാം. ഓക്കെ, നിങ്ങളുമായിട്ട് ആക്ച്വലി കേസിനായിട്ട് പറ്റിയത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അവരുടെ ഭാഗത്തു നിന്ന് ഒരു സോറി, അപ്പോളജി, അവർ മനസ്സിലാക്കുന്നുണ്ട്, തെറ്റ് മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ അറിയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ജസ്റ്റിസ്. ഓക്കെ, ജസ്റ്റിസ്, ഏസ് ഓഫ് വാൻസ്, ഏസ് ഓഫ് കപ്സ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സണുമായിട്ട് വീണ്ടും ഒരു റിയൂണിയൻ ആണ്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നത് പേഴ്സൺ ഒന്ന് സമ്മതിച്ച് അവർ അക്സെപ്റ്റ് ചെയ്ത് ഇതൊന്ന് ശരിയാക്കി എടുക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ന്യായമായിട്ട് ജസ്റ്റ് അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങളൊരു അപ്പോളജി, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നൊരു സോറി, അവർ തെറ്റ് ചെയ്തു എന്നൊരു സമ്മതം, അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഐ തിങ്ക് നിങ്ങൾക്ക് ജസ്റ്റ് കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ഇതിനൊരു പുതിയ റീസ്റ്റാർട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളിതിൽ പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് പേഴ്സൺ നിന്നാൽ മതി എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ബട്ട് പേഴ്സണിൻ്റെ ഭാഗത്തു നിന്നൊരു അവർ തുറന്നു പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ അവർ ചിന്തിക്കുന്നത് എന്താ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ് അവർക്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഓക്കെ, പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട്. ഫുൾ കാർഡ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. പേഴ്സണും പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ തുറന്ന് സമ്മതിക്കാനുള്ള ഒരു ഇതാണ്. ഓക്കെ, ഇതിപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താവുമെന്ന് നമുക്ക് പിന്നീട് നോക്കാം. ഓൾറെഡി ലോങ് റീഡിങ് ആയി. ഓക്കെ, സോ നമുക്ക് മനസ്സിലായില്ലേ, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണ്. നിങ്ങൾ ഓൾറെഡി ഐ തിങ്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ റീഡിംഗ് എടുത്ത് കാണാം, അല്ലെങ്കിൽ വല്ല ജ്യോതിഷരെ കണ്ട് വല്ല നോക്കിച്ചായിരിക്കാം. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയുന്നുണ്ട് എല്ലാം. ഓക്കെ, മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടാവാം. സീക്രട്സ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ പക്ഷെ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് ഒന്ന് തുറന്ന് പറഞ്ഞ് അതൊരു സോൾവ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഈ കാർഡ്സിൽ നോക്കാം യൂണിവേഴ്സ് എന്താ പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സിറ്റുവേഷനിൽ മാറ്റങ്ങൾ വരുമോ എന്ന് നമുക്ക് നോക്കാം. പേഴ്സണിന് തെറ്റ് ചെയ്തു എന്നുള്ള അറിയാം, നന്നായിട്ട് അറിയാം. നിങ്ങളോടുള്ള സ്നേഹവും അവർക്ക് വളരെയധികം ഉണ്ട്. പക്ഷേ അവർക്ക് ആ തുറന്ന് സമ്മതിക്കാനുള്ള, ഇപ്പം ഇതിനെ തുറന്ന് സമ്മതിക്കാതെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ അതിനെ സിറ്റുവേഷൻ മാറ്റാൻ നമ്മൾ ചെയ്യേണ്ട എഫേർട്സ് എടുക്കണം, അല്ലേ? അത് ചെയ്യുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, ഡീപ്പനിങ്. ഓക്കെ, ബി ഓണസ്റ്റ്, ലെറ്റിംഗ് ഗോ, കീപ് ദ ഡോർ ഓപ്പൺ, പേ അറ്റൻഷൻ ടു റെഡ് ഫ്ലാഗ്സ്. ഓക്കെ, ഇത് നിങ്ങൾക്കാണ്. ലീവ് യുവർ ഫിയേഴ്സ് ബിഹൈൻഡ്, റീകൺസിലേഷൻ. വെരി ഗുഡ്. ഓക്കെ, സോറി നിങ്ങളുടെ ഇടയിൽ കണ്ടോന്നറിയില്ല. ആൻഡ് ഡിവൈൻ ടൈമിങ്. വെരി ഗുഡ്. ഓക്കെ, ഡിവൈൻ ടൈമിംഗ് ഉണ്ട് ഇവിടെ. ഇത് ഓപ്പൺ യുവർ സെൽഫ് ടു ലവ് എന്നായിരുന്നു കേട്ടോ, വേറെ ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. ഇറ്റ്സ് സേഫ് ടു ലവ് എന്നാണ്. ഓക്കെ, ഡീപ്പനിങ് ആണ് നിങ്ങൾ തമ്മിൽ. ആക്ച്വലി ഡീപ്പനിങ് ആൻഡ് റീകൺസിലേഷൻ രണ്ടും വന്നിട്ടുണ്ട് ഓൾറെഡി. സോ നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ ബെറ്റർ ആവും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പേഴ്സൺ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണ്. എന്താ ചെയ്യേണ്ടത്? അവർ ഇപ്പോൾ ഫൈനാൻഷ്യൽ ലോസ് ആണെങ്കിലും ശരി, അവർക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനൊരു മടിയുണ്ട്. ദറ്റ് അവർക്ക് ചിലത് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാനുള്ള ഒരു മടിയുണ്ട്. റിലേഷൻഷിപ്പിൽ വേറെ തേർഡ് പാർട്ടി പോയി അങ്ങനത്തെ വല്ല കാര്യങ്ങളാണെങ്കിൽ അതും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടും എന്നുള്ളൊരു പേടിയാണ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങൾ തമ്മിൽ കാര്യങ്ങൾ ബെറ്റർ ആവും, സിറ്റുവേഷൻ ബെറ്റർ ആവും എന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് അഷ്വറൻസ് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ വരാനുണ്ട്, ഓപ്പൺ കോൺവെർസേഷൻ വരാനുണ്ട്.
അതിനുള്ള ഒരു അവസരം യൂണിവേഴ്സ് ഒരുക്കി തരും. ഓക്കെ, നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരും. ആൻഡ് ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത് ചിലവർക്ക്, നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്ക് ഈ പേഴ്സൺ ചെയ്ത തെറ്റ്, ഓക്കെ, നിങ്ങൾ നല്ലോണം ആലോചിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഒരിക്കലും ഞാൻ പറയാം, ഈ റീഡിംഗ് ഒക്കെ കണ്ടിട്ട് ഓക്കെ, നിങ്ങൾ ഒരിക്കലും ടോക്സിക് റിലേഷൻഷിപ്പിൽ നിൽക്കരുത്. നിങ്ങളെ പേഴ്സൺ ഇത് എപ്പോഴും ചെയ്യുന്ന കാര്യമാണോ, അവരവരുടെ തെറ്റുകൾ തിരുത്തുന്നുണ്ടോ, ഓക്കെ, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നിങ്ങൾ നോക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് ചില റെഡ് ഫ്ലാഗ് ആണ്. റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഡേഞ്ചറിൻ്റെ വാർണിംഗ് എന്ന് പറഞ്ഞ പോലെ ചില വാർണിംഗ് സൈൻസ് യൂണിവേഴ്സ് കാണിച്ചു തരും. ഓക്കെ, ആ സൈൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതായത് പേഴ്സൺ ചേഞ്ച് ആവുന്നുണ്ടോ, മാറുന്നുണ്ടോ, അവർക്ക് തെറ്റ് മനസ്സിലാക്കി അറ്റ്ലീസ്റ്റ് നിങ്ങളോട് പറഞ്ഞില്ലേ പോട്ടെ, പക്ഷെ അറ്റ്ലീസ്റ്റ് അവർ തിരുത്താൻ തയ്യാറാണോ എന്ന് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണം. എന്നിട്ട് മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. ചിലവർക്ക് ഇവിടെ ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട്. ചിലവരോട് പറയുന്നുണ്ട് ഇഫ് ദാറ്റ് പേഴ്സൺ ലീവ്സ് യു കൺഫ്യൂസ്ഡ് മോർ ദാൻ കംഫർട്ടഡ്. അതായത് എപ്പോഴും അവർ നിങ്ങൾക്ക് അറിയുന്നില്ല, അതായത് ഈ പേഴ്സൺ എന്താ ആഗ്രഹിക്കുന്നത്, എന്താ ചെയ്യുന്നത്, ഒന്ന് തുറന്ന് പറയണ്ടേ, ഒരു തുറന്ന സംസാരം വേണ്ടേ, അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആവുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ദാറ്റ് ഇത് വേണോ വേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ ലെറ്റ് ഗോ ചെയ്യണം വേണ്ട. നിങ്ങൾ ഒന്നാമത്തെ കാര്യം ചേസ് ചെയ്യാൻ പോണ്ട. ഓക്കെ, പേഴ്സണെ ചേസ് ചെയ്യരുത്. ഓക്കെ, അവരെ കൊണ്ട് പറയിപ്പിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. ഓക്കെ, അവർ എല്ലാം തുറന്നു പറയണം എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നാലെ പോണ്ട, ഒന്നും ചെയ്യണ്ട. ഓക്കെ, വിട്ട് കളഞ്ഞേക്കുക. തൽക്കാലം നിങ്ങൾ സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കുക. അവരായിട്ട് മനസ്സിലാക്കി വരുമ്പോൾ വരട്ടെ. കീപ് ദ ഡോർ ഓപ്പൺ. ഡോണ്ട് ബി സോ ഫോക്കസ്ഡ് ഓൺ എ ക്ലോസ് ഡോർ ദാറ്റ് യു ഡോണ്ട് സീ ദ വൺസ് വിച്ച്. ഓക്കെ, ചിലവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വേറെ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുമാണ്. ചിലവർക്ക് നിങ്ങൾക്ക് വേറെ പേഴ്സൺ, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളുണ്ടാവും. ഓക്കെ, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കാനാണ് പറയുന്നത്. ഈ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ടോട്ടലി നിങ്ങളുടെ അടുത്ത് വിട്ട് മാറി നിൽക്കുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് വേറെ പേഴ്സൺ കൂടി നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള സാധ്യതയുണ്ട്. ചിലവർക്ക് കേട്ടോ, എല്ലാവർക്കും എല്ലാം സെയിം ആവില്ല. ചിലവർക്ക് പറയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ മാറുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും ഇതേ കാര്യം വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അല്ലേ. സോ അത് ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട്. ലീവ് യുവർ ഫിയേഴ്സ് ബിഹൈൻഡ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ പേടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയും റിലീസ് ചെയ്ത് കളയാം. യുവർ ഫിയേഴ്സ് ആർ സ്റ്റോപ്പിംഗ് ദിസ് റിലേഷൻഷിപ്പ് ഫ്രം ബ്ലോസമിങ്. ഓക്കെ, നിങ്ങളുടെ മാത്രമല്ല, ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൻ്റെയും രണ്ടുപേരുടെയും ഫിയേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ചില പേടികളുണ്ട്. നമ്മൾ അടുത്ത് കഴിഞ്ഞാൽ എന്നെ ഹേർട്ട് ചെയ്താലോ എന്നുള്ള പേടി അല്ലേ. അങ്ങനത്തെ ഒരു പേടി നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഞാൻ ഒരുപാട് ഇതിൽ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ എനിക്ക് ഹേർട്ട് ആവില്ലേ എന്നുള്ള നമ്മുടെ എല്ലാവരും പേടികളാണ്. അല്ലെങ്കിൽ എന്നെ വിട്ട് പെട്ടെന്ന് പോയാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു പേടി. ഓക്കെ, ആ പേടികൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റാം. ഓക്കെ, നല്ല റിലേഷൻഷിപ്സ് ആണെങ്കിൽ അത് വിട്ട് പോവില്ല. ഓക്കെ, അങ്ങനെ അല്ലാത്തത് പോകുന്നത് നമ്മൾ വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഡിവൈൻ ടൈമിങ്ങിൽ കാര്യങ്ങൾ ശരിയാവും. ഓക്കെ, കുറച്ച് സമയം എടുത്തേക്കാം. ഓക്കെ, പേഴ്സണിന് സ്പേസ് കൊടുക്കുക, സമയം കൊടുക്കുക. അതിൻ്റെ ഇടയിൽ പക്ഷെ നിങ്ങൾ ചേസ് ചെയ്യാൻ പോകരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിരിക്കാം. ആൻഡ് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ബെറ്റർ ആവാനുള്ള സാധ്യതയുണ്ട്, ഡീപ്പൻ ആവാനുള്ള സാധ്യതയാണ്, റീകോൺസിലേഷന് സാധ്യതയാണ് കുറേ പേർക്കൊക്കെ. മെജോറിറ്റി നിങ്ങൾ തമ്മിൽ വീണ്ടും റീകോൺസൈൽ ആവും. ഓക്കെ, ചിലവർക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനും പറയുന്നുണ്ട്. സോ നിങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാം. ആൻഡ് എല്ലാം ഡിവൈൻ ടൈമിങ്ങിൽ യൂണിവേഴ്സ് എല്ലാം ശരിയാക്കി തരും. ഓക്കെ, ദിസ് കണക്ഷൻ ഇസ് വർത്ത് ദ വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കാര്യങ്ങൾ ബെറ്റർ ആവും എന്നുണ്ട് ചിലവർക്ക്. മെജോറിറ്റി ആൾക്കാർക്ക് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ തമ്മിൽ ബെറ്റർ ആവും. നിങ്ങളുടെ പേഴ്സണൽ റിഗ്രറ്റ് ഉണ്ട്, മിസ്റ്റേക്സ് അവർ മനസ്സിലാക്കി മാറ്റും. ചിലവർക്ക് അതായത് തുറന്ന് നിങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ബെറ്റർ ആവും. ഓക്കെ, ചിലവർക്ക് നിങ്ങളുടെ പേഴ്സൺ അത് ശരിയാവുന്നേ ഇല്ല, അവർ മാറ്റാനേ തയ്യാറല്ല എന്നൊക്കെ രീതിയിലുണ്ടെങ്കിൽ അതിനൊന്ന് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, എത്ര കാലം നിങ്ങൾ എങ്ങനെ പിടിച്ച് തൂങ്ങിക്കിടക്കും അല്ലേ. സോ നിങ്ങൾക്ക് വേറെ നല്ല റിലേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇതൊക്കെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.